ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയാണ്. ഫെബ്രുവരി 19-ാം തീയതി പാകിസ്ഥാനിലും ദുബായിലുമായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഇന്ത്യ കളിക്കുന്നത് ദുബായിലാണ് എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇന്ത്യയുടെ ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ദിവസം മുന്നേ ഇന്ത്യയുടെ യഥാർത്ഥ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് 2-3 ചേഞ്ചസ് ആ ഒരു ടീമിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് യശസ്വി ജയ്സ്വാളിന് പകരമായിട്ട് ഇന്ത്യ വരുൺ ചക്രവർത്തിയെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു പരിക്ക്. ജസ്പ്രീത് ബുംറയുടെ പരിക്ക് കാരണം അദ്ദേഹം ടീമിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഊഹാപോഹങ്ങൾ അവസാന നിമിഷം വരെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മെഡിക്കൽ ടീം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു NOC ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരമായിട്ട് ഹർഷിത് റാണയെ ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഇംഗ്ലണ്ട് പരമ്പരയിൽ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസ്, അതായത് ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസിൻ്റെ ആ ഒരു ബേസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഒപ്പം തന്നെ DRS, നമ്മുടെ ഒരു ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറുണ്ട്. അതുമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിലെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ദുബായിലെ ഒരു കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് ദുബായിലെ പിച്ച് കണ്ടീഷൻ, ഗ്രൗണ്ട് കണ്ടീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. ദുബായിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പല മത്സരങ്ങളും, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വാങ്കഡേ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ കളിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ കളിക്കുകയാണെങ്കിലും, കൊൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസിൽ കളിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു 50 ഓവർ മത്സരങ്ങളിൽ 350 റൺസോ 400 റൺസോ ഒക്കെ വരുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. 2023 ഏകദിന ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ മത്സരങ്ങളിലാണ് 400 റൺസിൽ കൂടുതൽ പല ടീമുകളും സ്കോർ ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പല വെന്യൂസും അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിലെ വെന്യൂസ്. ഇപ്പോൾ റാവൽപിണ്ടി ആയിക്കോട്ടെ, കറാച്ചി, ലാഹോർ, എല്ലായിടത്തും തന്നെ ഹൈ സ്കോറിംഗ് ഗ്രൗണ്ടുകളാണ്. അതായത് കണ്ണാടി പോലെയുള്ള വിക്കറ്റുകൾ എന്നാണ് അവിടെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ റൺസ് ഒഴുകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം, ഈ റാവൽപിണ്ടിയും ലാഹോറും കറാച്ചിയുമെല്ലാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക 352 റൺസ് നേടുകയും പാകിസ്ഥാൻ അത് 49 ഓവറിൽ ചേസ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അത്രത്തോളം നല്ല വിക്കറ്റുകളിലാണ് പാകിസ്ഥാനിൽ കളികൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ദുബായിലേക്ക് വരുമ്പോൾ കണ്ടീഷൻ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. ഒരു 300 റൺസൊക്കെയാണ് അവിടെ ഒരു പാർ സ്കോറായിട്ട് അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള വിക്കറ്റുകളാണ്. അതായത് ഒരു അൺഈവൻ ബൗൺസ് ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ സ്പിന്നർമാരൊക്കെ ബോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പിടിച്ചു വരുന്ന രീതിയിലുള്ള വിക്കറ്റുകളാണ്. റൺ സ്കോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫ്ലോ ആയിട്ട് ചെയ്യാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ല ദുബായിലേത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു പാർ സ്കോർ വെക്കുന്ന ഒരു 300 റൺസാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലൊരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ മിഡിൽ ഓവേഴ്സിൽ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് നല്ല സ്പിന്നർമാരും ഉണ്ടെങ്കിൽ ടീമുകളെ ഒരു 275 അല്ലെങ്കിൽ 300 താഴെയുള്ള ഒരു സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ബാറ്റർമാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 15 ഓവർ തൊട്ടിട്ട് അങ്ങോട്ടൊരു 40 ഓവർ വരെയുള്ള സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് സ്പിന്നർമാരെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ചെറിയ സ്കോറിൽ ഓൾ ഔട്ട് ആവുകയും ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇതൊരു ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി പകുതി കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഡ്യൂവിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ആ സമയത്ത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ഡെഫിനറ്റ് ആയിട്ടും ദുബായ് എന്ന് പറയുന്നത് വലിയ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. അവിടെ ബാറ്റർമാരുടെ ഈ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ടീമിലേക്ക്, ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ടീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ടീമിനെ നമുക്ക് ഉണ്ട്. അത് ശുഭ്മാൻ ഗിൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 3 മത്സരങ്ങളിലും നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. രോഹിത് ശർമ്മയും രണ്ടാമത്തെ ഏകദിന മത്സരത്തിൽ ഒരു നല്ല സെഞ്ചുറി, ഒരു മിന്നുന്ന സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചു. പക്ഷേ ലാസ്റ്റ് ഏകദിനത്തിൽ അദ്ദേഹം പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു. മൂന്നാമത്തെ ബാറ്റർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. രണ്ടാമത്തെ മത്സരത്തിൽ പെട്ടെന്ന് ഔട്ടായി. മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം 52 റൺസ് നേടുന്നതും കണ്ടു. പക്ഷേ സ്പിന്നർമാർക്കെതിരെ, എസ്പെഷ്യലി ലെഗ് സ്പിന്നർ ബോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മത്സരങ്ങളിലും അദ്ദേഹം ഔട്ടായത് ആദിൽ റഷീദിനായിരുന്നു, ലെഗ് സ്പിന്നർക്കായിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഈ മിഡിൽ ഓവറുകളിൽ ഈ സ്പിന്നർമാർ, എതിർ ടീമിൻ്റെ സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി നമ്മൾ കളിക്കാൻ പോകുന്നത് 2 സബ് കോണ്ടിനെൻറ്റ് ടീമുകൾ നമ്മുടെ പൂളിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ബംഗ്ലാദേശും മറ്റൊന്ന് പാകിസ്ഥാനുമാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ്
ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ പൂളിലുള്ള മൂന്നാമത്തെ ടീം. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവരും നല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. മിച്ചൽ സാന്റ്നറയൊക്കെ പോലെയുള്ള നല്ല സ്പിന്നർമാരുള്ള ടീമാണ് ന്യൂസിലൻഡ്. അപ്പോൾ സ്പിൻ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം മൂന്ന് ടീമുകളും, ഇന്ത്യയുടെ പൂളിലുള്ള മൂന്ന് ടീമുകളും നല്ല സ്പിന്നർമാരുമായിട്ടായിരിക്കും കളിക്കാനായിട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു സമയത്തുള്ള ഒരു സ്ട്രൈക്ക് റൊട്ടേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശ്രേയസ് അയ്യറാണ്. അദ്ദേഹം മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വർഷം മുമ്പ് BCCI ഒരു പണിഷ്മെന്റ് കൊടുക്കുകയും അദ്ദേഹത്തിനെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. 3 മത്സരങ്ങളിലും നല്ല ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇനി നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ 2 പേരാണ് ആ പൊസിഷനിൽ ഉള്ളത്. അത് വിക്കറ്റ് കീപ്പറുടെ പൊസിഷനാണ്. അത് KL രാഹുലും ഋഷഭ് പന്താണ്. പക്ഷേ 100% KL രാഹുൽ തന്നെയായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 പ്യുവർ ആയിട്ടുള്ള ബാറ്റർമാരാണ് ടീമിലുള്ളത്. ഒരു പുറത്തൊരു ബാറ്റർ പോലും ഇല്ല. ഈ 15 അംഗ ടീം എടുക്കുമ്പോൾ അതിൽ പുറത്ത് വേറൊരു ബാറ്റർ ഇല്ല എന്നുള്ളതാണ്. ഈ 4 മെയിൻ ആയിട്ടുള്ള ബാറ്റർമാർ മാത്രമേ ഉള്ളൂ. ഇനി 5-6 പൊസിഷൻ അല്ലെങ്കിൽ 5ാമത്തെ ഒരു പൊസിഷനിലാണ് 2 വിക്കറ്റ് കീപ്പർമാരുള്ളത്. അത് ഋഷഭ് പന്തും KL രാഹുലുമാണ്. അപ്പോൾ KL രാഹുൽ ഡെഫിനറ്റ് ആയിട്ടും 11 കളിക്കുമായിരിക്കും. ഋഷഭ് പന്തിനെ ഈ ആദ്യത്തെ 4 ബാറ്റർമാർക്കോ അല്ലെങ്കിൽ KL രാഹുലിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോം ഒക്കെ ആവുകയാണെങ്കിൽ അങ്ങനെ കളിപ്പിക്കാനുള്ള ഒരു ബാക്കപ്പ് ആയിട്ട് അദ്ദേഹത്തിനെ വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് നമ്പർ 5 കഴിഞ്ഞാൽ നമ്പർ 6 പൊസിഷനിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഓൾറൗണ്ടർ ആയിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടാണ്. അദ്ദേഹത്തിന് ബാറ്റിങ്ങിൽ വലിയ ഒരു ചാൻസ് ഒന്നും ലഭിച്ചില്ല. പക്ഷേ ബോളിങ്ങിൽ എനിക്ക് തോന്നുന്നത് ദുബായിൽ അദ്ദേഹത്തിനെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ബാക്കപ്പായിട്ട് വേറൊരു ഓൾറൗണ്ടർ ടീമിലില്ല എന്നുള്ളതാണ്. ഒരേ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ മാത്രമേ ഉള്ളൂ. നമ്പർ 7ഉം നമ്പർ 8 പൊസിഷൻ, ഈ 2 പൊസിഷനിലും 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലാണ്. അവർ രണ്ടുപേരും തന്നെയായിരിക്കും അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ദുബായിൽ. അതിൻ്റെ ഒപ്പം അവർക്ക് ബാക്കപ്പ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദറാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇവർക്ക് പകരമായിട്ട് കളിക്കാനായിട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പരീക്ഷിക്കാം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇന്ത്യയുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ നമ്പർ 8 കഴിഞ്ഞാൽ പിന്നെ നമ്പർ 9 പൊസിഷനിൽ വീണ്ടും 2 സ്പിന്നർമാരുടെ പൊസിഷനാണ്. ആ സ്പിന്നർമാർ 2 പേരാണ് ടീമിലുള്ളത്. ഒന്ന് കുൽദീപ് യാദവും മറ്റൊന്ന് വരുൺ ചക്രവർത്തിയും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് കണ്ടിട്ട് അദ്ദേഹം തന്നെയായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും ടീമിൽ കളിക്കാൻ പോകുന്നത്. കാരണം ഇംഗ്ലീഷ് ബാറ്റർമാർക്കൊന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ പോലും ലഭിക്കുന്നുണ്ടായിരുന്നു. നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിലായിരുന്നു അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ലൈൻ ആൻഡ് ലെങ്ത്തിൽ ചൈനമൻ ബോളർ നന്നായിട്ട് ബോൾ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്, സ്പെഷ്യലി ഈ പറയുന്ന ദുബായ് പോലെയുള്ള പിച്ചുകളിൽ. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. പിന്നീടുള്ളത് 2 ഫാസ്റ്റ് ബോളർമാരുടെ പൊസിഷനാണ്. അത് ഡെഫിനറ്റ് ആയിട്ടും അർഷദീപ് സിംഗും മുഹമ്മദ് ഷമിയും വെച്ചായിരിക്കണം ഇന്ത്യ തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കപ്പ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ഋഷഭ് പന്ത് പുറത്തിരിക്കുന്നുണ്ട്, വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരിക്കുന്നുണ്ട്, പിന്നെ ഒരു ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ഹർഷിത് റാണയും പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു ബാക്കപ്പ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇനി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 2 ഫാസ്റ്റ് ബോളർമാർ. ഇപ്പം നമ്മൾ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പര നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാസ്റ്റ് ബോളർ മാത്രമേ കളിച്ചിരുന്നുള്ളൂ. രണ്ടാമത്തെ ഫാസ്റ്റ് ബോളറായിട്ട് ഹാർദിക് പാണ്ഡ്യയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഇവിടെ നടക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നടക്കില്ല എന്നത് അത് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഈ മിഡിൽ ഓവേഴ്സിൽ നല്ല സ്പീഡിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അത് മുഹമ്മദ് ഷമിയോ അല്ലെങ്കിൽ ഹർഷദീപ് സിംഗോ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഹർഷിത് റാണയെ പറ്റി പറയുമ്പോൾ ഹർഷിത് റാണയുടെ ആ ഒരു ആദ്യത്തെ ഓവറുകൾ, പവർ പ്ലേയിൽ എറിയുന്ന ഓവറുകളിൽ ഒരുപാട് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പക്ഷേ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കണ്ടെയ്ൻ ചെയ്യാനും നന്നായിട്ട് ബോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പോയാലും ആ പവർ പ്ലേക്ക് ശേഷം വന്നിട്ട് അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് ഹർഷിത് റാണയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ന്യൂ ബോളിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഹർഷദീപിനെ പുറത്തിരുത്തിയിട്ട് മുഹമ്മദ് ഷമിയെയും ഹർഷിത് റാണയുമാണ് കളിപ്പിക്കുന്നതെങ്കിൽ ഇനീഷ്യലി ഹർഷിത് റാണ റൺസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പകരമായിട്ട് ഹാർദിക് പാണ്ഡ്യയെ ബോൾ ചെയ്യിപ്പിക്കാനായിട്ട് തീരുമാനിച്ചാലോ അതും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ടീം കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഈ കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയെയും ഒരുമിച്ച് കളിപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ കളിപ്പിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ മാത്രമേ അപ്പോൾ നമുക്ക് ടീമിലെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നുകിൽ ഹർഷദീപ് സിംഗ് അല്ലെങ്കിൽ മുഹമ്മദ് ഷമി, രണ്ടാമത്തെ ഒരു പേസറായിട്ട് അപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഹാർദിക് പാണ്ഡ്യ അടക്കം 2 ഫാസ്റ്റ് ബോളർമാരും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 2 ജെന്യൂൻ ആയിട്ടുള്ള സ്പിന്നർമാരും 2 ഓൾറൗണ്ടർ സ്പിന്നർമാരും, ഇങ്ങനെയായിട്ട് ടീം കോമ്പിനേഷൻ മാറും. അതിന് ഇന്ത്യ ശ്രമിക്കില്ല. എസ്പെഷ്യലി ദുബായ് കണ്ടീഷനിൽ അങ്ങനെ ശ്രമിക്കുന്നത് ഒരു ആത്മഹത്യാപരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ജെന്യൂൻ ആയിട്ടുള്ള 2 ഫാസ്റ്റ് ബോളർമാരെ നിർബന്ധമായിട്ടും ടീം
ടീമിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മിഡിൽ ഓവേഴ്സിലാണെങ്കിലും ഡെത്ത് ഓവേഴ്സിലാണെങ്കിലും എറിയാൻ സാധിക്കണമെങ്കിൽ അങ്ങനെ 2 പേര് ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ടീമിൽ 5 സ്പിന്നർമാരുടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ T20 ലോകകപ്പിന് ഇന്ത്യ പോയ സമയത്ത് 4 സ്പിന്നർമാർ ടീമിലുണ്ടായിരുന്നു. അത് യുസി ചഹലിനെ ഇന്ത്യക്ക് യൂസ് ചെയ്യാനേ പറ്റിയില്ല. അതുപോലെ തന്നെ ഇവിടെ 5 സ്പിന്നർമാർ ഇപ്പോൾ ഈ ടീമിൽ വന്നിട്ടുണ്ട്. ഈ 5 സ്പിന്നർമാരെ എന്തായാലും ഇന്ത്യക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഒരേപോലെയുള്ള ഓൾറൗണ്ടേഴ്സാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളറെ ടീമിലേക്ക് ഉൾപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ബാക്കപ്പായിട്ട് ഒരു ബാറ്ററായി ഇപ്പോൾ യശസ്വി ജയ്സ്വാളിനെ തന്നെ വേണമെങ്കിൽ നിലനിർത്താമായിരുന്നു എന്നുള്ളൊരു തോട്ടും എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഏതായാലും ഈ ഇംഗ്ലണ്ട് പരമ്പര കഴിഞ്ഞതോടുകൂടി നല്ല ഒരു ഫോമിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകുന്നത്. അവിടെ പോയിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 സബ് കോണ്ടിനെൻറ്റ് ടീമുകളുമായിട്ട് ഇന്ത്യ കളിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യക്ക് കളിച്ച് പരിചയമുള്ള അതേ കണ്ടീഷനിൽ തന്നെയാണ് ബംഗ്ലാദേശും അതുപോലെ പാകിസ്ഥാനും കളിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ന്യൂസിലൻഡിനെ ഒട്ടും കുറച്ച് കാണാനായിട്ട് സാധിക്കില്ല. ഈ സബ് കോണ്ടിനെൻറ്റ് കണ്ടീഷൻസിൽ എഗെയിൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്. ഇപ്പോൾ ഈ ഒരു ത്രിരാഷ്ട്ര പരമ്പര ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. അതിൽ 2 മത്സരങ്ങളിലും ജയിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച് നിൽക്കുകയാണ് ന്യൂസിലൻഡ് എന്നുള്ളതാണ്. നല്ല സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ അവസാനത്തെ സംഭവമായിട്ടുള്ള DRS, അതായത് ഡെയിലി റിവ്യൂ സിസ്റ്റം എന്നുള്ളത് നമ്മുടെ ചോദ്യം. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ബാറ്റർ അടിക്കുന്നു, ബോൾ നിലത്ത് പിച്ച് ചെയ്യാതെ അടിക്കുന്ന സമയത്ത് നിലത്ത് കുത്താതെ നേരെ ബൗളറുടെ നേരെ ചെല്ലുന്നു. ബൗളർ അതിൽ കൈ വെക്കുന്നു. ഈ കൈ വെക്കുമ്പോൾ ബോൾ കയ്യിൽ കൊണ്ടിട്ട് സ്റ്റമ്പിൽ കൊള്ളുന്നു, അതായത് നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള സ്റ്റമ്പിൽ കൊള്ളുന്നു. ഈ സ്റ്റമ്പിൽ കൊള്ളുന്ന സമയത്ത് ആ ബാറ്റർ, നോൺ സ്ട്രൈക്കർ എൻഡിൽ നിൽക്കുന്ന ബാറ്റർ ക്രീസിന് പുറത്താണ്. അപ്പോൾ നോർമലി അങ്ങനെ ബോളറുടെ കയ്യിൽ കൊണ്ടിട്ട് സ്റ്റമ്പിൽ കൊണ്ട ക്രീസിന് പുറത്താണെങ്കിൽ ഔട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ വീണ്ടും ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ആ സ്റ്റമ്പിൽ കൊണ്ടുവരുന്ന ബോൾ അവിടെ വീണ്ടും ഒന്ന് പൊങ്ങുകയാണ്, എയറിൽ പൊങ്ങുകയാണ്. ആ ബോൾ ഈ ബോളർ ക്യാച്ച് എടുക്കുകയാണ്. അപ്പോൾ അവിടെ 2 സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സ്ട്രൈക്കർ അടിക്കുന്ന ബോൾ നിലത്ത് കുത്താതെ നേരെ ബൗളറുടെ കയ്യിൽ കൊള്ളുന്നു, കയ്യിൽ കൊണ്ടിട്ട് നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള സ്റ്റമ്പിൽ കൊള്ളുന്നു. സ്റ്റമ്പിൽ കൊള്ളുന്ന സമയത്ത് നോൺ സ്ട്രൈക്കർ ക്രീസിന് പുറത്താണ്. അപ്പോൾ അത് റണ്ണൗട്ടായിട്ട് കണക്കാക്കുമല്ലോ. ഒപ്പം തന്നെ ഈ ബോൾ സ്റ്റമ്പിൽ നിന്ന് താഴെ വീഴാതെ നേരെ പൊങ്ങി ക്യാച്ച് എടുക്കുകയാണ് ഈ ബോളർ. അപ്പോൾ അതിൽ ആരാണ് ഔട്ട് എന്നുള്ളതാണ്. അതായത് സ്ട്രൈക്കറാണോ ഔട്ട്, നോൺ സ്ട്രൈക്കറാണോ ഔട്ട് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലത് എന്നുള്ളതാണ്. ഏതായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.